നമ്മൾ ടൈപ്സ് ഓഫ് സെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൈമറി സെൽസിൽ ആദ്യത്തെ സെല്ലായിട്ടുള്ള കാർബൺ സിങ്ക് സെല്ല് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അതിനെ നമ്മൾ വിളിക്കുന്നത് ലെക്ലാൻഷ്യ സെല്ലെന്നാണ്. പിന്നെ അത് കൂടാതെ വോൾട്ടായിക് സെല്ല് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം കാർബൺ സിങ്ക് സെല്ലിൽ വരുന്ന മറ്റൊരു ടൈപ്പാണ് ഡ്രൈ സെൽ എന്നുള്ളത്. അപ്പോൾ ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്ലാൻഷ്യ സെല്ലിൽ കുറച്ചും കൂടി ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉണ്ടാക്കിയതാണ് ഡ്രൈ സെല്ല്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ലെക്ലാൻഷ്യ സെല്ലിനകത്ത് നമ്മൾ ലിക്വിഡ് ഇലക്ട്രോലൈറ്റാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ദ്രാവകമായിട്ടുള്ളത് അത് ലിക്വിഡ് ഫോമിലായിരുന്നു. അതായത് അത് ദ്രാവക രൂപത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ സ്പിൽ ഔട്ട് ചെയ്യുന്നത്, പുറത്തേക്ക് ഒഴുകി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡേഞ്ചർ ആണെന്ന് ഉള്ള കാരണത്താലാണ് എന്ത് ചെയ്ത് ഡ്രൈ സെല്ലുകൾ ആയിട്ടുള്ള കാർബൺ സിങ്ക് സെല്ല് ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഡ്രൈ സെല്ല് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് എപ്പോഴും പേസ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ജെല്ല് രൂപത്തിലോ ആവും. അപ്പോൾ അത് ഒലിച്ചിറങ്ങുന്ന ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കും. അപ്പോൾ ഡ്രൈ സെല്ലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് DC വോൾട്ടേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ബാറ്ററി വോൾട്ടേജിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ്. ഇത് നമ്മൾ ക്ലോക്ക്, അതുപോലെ തന്നെ റിമോട്ട്, പിന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തേലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാറ്ററിയാണ് ഈ ഡ്രൈ സെൽ എന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഇലക്ട്രോലൈറ്റിന് പകരം പേസ്റ്റ് ഓർ ജെല്ല് ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. തുച്ഛമായ വിലയിൽ. നമുക്കറിയാം, സാധാരണ മേടിക്കുന്ന ബാറ്ററിക്ക് 10 രൂപയായിട്ടാണുള്ളത് AA ടൈപ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ AA ടൈപ്പ് അല്ലാണ്ട് AAA ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിങ്ക് കണ്ടെയ്നറാണ് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി തന്നെ നോക്കുക. ഈ ടൈപ്പിൽ വരുന്നത് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് വരുന്നത് തന്നെ ആ ഇലക്ട്രോഡ് തന്നെയാണ് ഇതിൻ്റെ കേസായിട്ട് വരുന്നത്. അതായത് സിങ്ക് ഇലക്ട്രോഡ് എന്ന് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, സിങ്ക് ഇലക്ട്രോഡ്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിങ്ങിനെ തന്നെയാണ് സിങ്ക് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കംപ്ലീറ്റ് കേസ് സിങ്ക് ഇലക്ട്രോഡ് ആയിരിക്കും. അതായത് അതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. പിന്നെ അതിനുള്ളിലാണ് പിന്നെ എന്ത് നിറച്ചുള്ളത്, ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് KOHൻ്റെ സൊല്യൂഷൻ ആയിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ നിറയ്ക്കുന്നത് ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ജെല്ല് രൂപത്തിലാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് എന്താണ്, ഒരു മോയിസ്റ്റ് പേസ്റ്റിൻ്റെ രൂപത്തിലാണ് നമ്മളവിടെ നിറയ്ക്കുന്നത്. പക്ഷേ പോസിറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഫുൾ സ്ട്രക്ചറാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് വരുന്നത്. അതാണ് അതിൻ്റെ കേസാണത്. ആ കേസിനുള്ളിൽ ശേഷം പിന്നെ ഈ നിറച്ചിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതൊരു പേസ്റ്റ് രൂപത്തിൽ നിറച്ചിട്ടുണ്ടാവും. ആ പേസ്റ്റ് രൂപത്തിൽ നിറച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോഡ് കാർബൺ ആണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർബൺ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവായിട്ട് നമ്മൾ സിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്ത് ചെയ്യും, ഒരു ക്യാപ്പ് കൊണ്ട് സീൽ ചെയ്യും. അതിൽ നിന്ന് ഈ ഇലക്ട്രോഡിൽ കിട്ടുന്ന ഒരു ചെറിയ പോർഷൻ മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ, ബാക്കിയെല്ലാം ഒരു മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസിങ് കണ്ട് ഒരു സീല് അടിച്ചിട്ടുണ്ടാവും. പുറത്തേക്ക് നെഗറ്റീവ് സൈഡ് പോകില്ല. പിന്നെ ഇതിൻ്റെ മേലെ കൂടിയാണ് കവറിങ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഡ്രൈ സെല്ലിൻ്റെ, കാർബൺ സിങ്ക് സെല്ലിലെ ഡ്രൈ സെല്ല് വരുന്നത്. ഈ സാധാരണ ലെക്ലാൻഷ്യ സെല്ലിൽ നടക്കുന്ന അതേ റിയാക്ഷനുകൾ തന്നെയാണ് ഇവിടെ നടക്കുക. ഇലക്ട്രോലൈറ്റുമായിട്ടുള്ള റിയാക്ഷൻ കാരണം സിങ്കിനകത്ത് കുറേ ഇലക്ട്രോണുകൾ നിറഞ്ഞു നിൽക്കും. സിങ്കാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡായ സിങ്കിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാർബണിലേക്ക് ഒരു കണക്ഷൻ, നമ്മൾ വയർ കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. അതുവഴി നമുക്ക് അവിടെ വൈദ്യുതി ലഭ്യമാക്കാവുന്നതാണ്. പിന്നെ കാർബൺ സിങ്ക് സെല്ലിൽ നമ്മൾ ഈ പറഞ്ഞ ഡ്രൈ സെല്ല് 1.5 വോൾട്ടാണ് തരിക. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ AA സൈസ് ബാറ്ററി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1.5 വോൾട്ടാണ് വരിക. പിന്നെ അത് തന്നെ പല ടൈപ്പിലുണ്ട്.
AA C അതേപോലെ തന്നെ D ഒക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ടൈപ്പ് ബാറ്ററികളുണ്ട്. പിന്നെ ഈ റേഡിയോയിലൊക്കെ ഇടുന്ന AA അതേ ഷേപ്പിലുള്ള തന്നെ A മോഡൽ ബാറ്ററി, അതായത് കുറച്ചും കൂടി തടിയുള്ള ബാറ്ററി. അപ്പോൾ ഇതെല്ലാം 1.5 വോൾട്ട് അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ വോൾട്ടേജ് തരുന്നതാണ്. അപ്പോൾ ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെക്ലാൻഷ്യ സെല്ല് തന്നെയാണ്, അതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്ത് ഒരു ചുരുക്ക രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അത്രയാണ് ഇതിൻ്റെ കാർബൺ സിങ്ക് സെല്ല് ഡ്രൈ സെല്ലായിട്ട് വരുന്നത്. ഇനി അടുത്തത് ആൽക്കലൈൻ സെല്ലാണ്. ഒരു സിങ്ക് കണ്ടെയ്നറായിട്ട് ആണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആൽക്കലൈൻ സെല്ലിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ സിങ്ക് കണ്ടെയ്നറിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സിലിണ്ടറിനകത്ത് മഗ്നീഷ്യം ഡയോക്സൈഡ് വെച്ചിട്ട് പോസിറ്റീവ് ഇലക്ട്രോണും നിർമ്മിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ സെല്ലുകളിലൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് പോലത്തെ ആയിരിക്കും. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ദണ്ട് കഷ്ണം പോലെ തന്നെയായിരിക്കും. കാർബണോ അല്ലെങ്കിൽ സിങ്കോ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, സിങ്കോ പ്ലേറ്റോ അങ്ങനെ ടൈപ്പ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക് പ്ലേറ്റ് തന്നെയാണ്. സിങ്ക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ സിങ്ക് കണ്ടെയ്നറാണ്, അതായത് ഒരു കേസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈ സിങ്ക് കണ്ടെയ്നറിൻ്റെ അകത്ത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് മാഗ്നീഷ്യം ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്. മാംഗനീസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു മിശ്രിതം പോലെയാണ്, ഒരു പേസ്റ്റ് പോലുള്ള സംഗതിയാണ്. ഇതിന് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ളതിൻ്റെ ഒരു ആൽക്കലൈൻ സൊല്യൂഷനാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ കെമിക്കലിൻ്റെ ഒരു ആൽക്കലൈൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലൈനാണ്. ആ കെമിക്കലാണ് എന്ത് ചെയ്ത്, ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ കാര സ്വഭാവമുള്ള, അസിഡിക് സ്വഭാവം കാര സ്വഭാവം എന്ന് പണ്ട് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര സ്വഭാവം വരുന്നതിനെയാണ് ആൽക്കലൈൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് സൊല്യൂഷനാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അത് ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആൽക്കലൈൻ സെല്ല് സ്റ്റാൻഡേർഡ് സിങ്ക് സെൽസിൻ്റെ അതേപോലെ തന്നെയാണ്, പക്ഷേ ഇതിന് കൂടുതൽ എക്സ്പെൻസീവാണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ നേരം നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് തരാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രൈ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വോൾട്ട് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിപ്പോയ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് കാലാവധി ഉണ്ടാവും. മാക്സിമം 6 മന്ത് വരെയാണ് ഒരു ഡ്രൈ സെല്ല് കിട്ടുക. പക്ഷെ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ കറണ്ട് സ്റ്റോർ ചെയ്യാന്നല്ല, കറണ്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ആൽക്കലൈൻ സെല്ല്. അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. അത് മാത്രമല്ല എന്തും കൂടി ഉണ്ട്, കുറച്ചുകൂടി കാലാവധി കിട്ടുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ആൽക്കലൈൻ സെല്ല് എന്ന് പറഞ്ഞാൽ മറ്റേനേക്കാളും ഒരു വർഷത്തോളം, അതായത് 6 മാസം മുതൽ 12 മാസം വരെയാണ് സിങ്ക് ടൈപ്പിൻ്റെ ഉണ്ടാവുക. അതിനേക്കാളും സിങ്ക് ടൈപ്പിൻ്റെ കമ്പയർ ചെയ്യുന്നതിനനുസരിച്ച് 6 മുതൽ 12 മാസം വരെ അധികം കിട്ടുന്നുണ്ടാവും ഈ ഒരു ആൽക്കലൈൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് വില കൂടുതലുമാണ്. അതിൻ്റെ ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. കേസിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന കാഥോഡാണ് കേസിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ കാഥോഡിൻ്റെ പുറത്തൊരു കാഥോഡിൻ്റെ കവറുണ്ട്. ആ കാഥോഡിൻ്റെ ഒരു എൻഡാണ് നെഗറ്റീവ് ടെർമിനലായിട്ട്, ഇവിടെയാണ് ഈ മുകൾ ഭാഗമാണ് നെഗറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മേലെ ഒരു സീലിംഗ് ക്യാപ്പ് ഉണ്ട്. ഈ ഒരു കേസിനകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റ് 2 പോർഷനിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേറ്റർ ഉണ്ട്. ആ സെപ്പറേറ്ററിൻ്റെ ഉള്ളിലാണ് പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ആനോഡായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ഒരു മിക്സ്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാംഗനീസ് ഓക്സൈഡിൻ്റെ മിക്സ്ചറാണ്. അത് ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ആൽക്കലൈൻ സെല്ലിൻ്റെ ഡിസൈൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതായിട്ട് വരുന്നത്. ഇതിൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡും തമ്മിൽ റിയാക്ഷൻ സംഭവിക്കും. അപ്പോൾ അവർ തമ്മിൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ സാധാരണയായി തന്നെ ഈ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് വരുന്ന, അല്ലെങ്കിൽ കാഥോഡായിട്ട് വരുന്നതിനകത്ത് ഒരുപാട് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിട്ട് വരും. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് വരുന്നതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ കൂടുതലായിട്ട് വരികയും പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ഉള്ളിൽ ഇലക്ട്രോഡുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മളൊരു പുറത്തൊരു സർക്യൂട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതായത് പുറത്ത് സർക്യൂട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആനോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് തിരിച്ച് ഒഴുകും. ഇലക്ട്രോൺസ് ഏത് രീതിയിലാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഏത് ദിശയിലാണോ ഒഴുകുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിൽ കറണ്ട് ഒഴുകാനായിട്ട് തുടങ്ങും. അതാണ് ആൽക്കലൈൻ സെല്ല്. ഇനി മെർക്കുറി സെല്ലുകളാണ് പറയാനുള്ളത്. മെർക്കുറി സെല്ലിന് നമ്മൾ ബട്ടൺ ടൈപ്പ് ബാറ്ററി അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് ഈ ടൈപ്പ് ബാറ്ററി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലൊക്കെയാണ്. ചില ടോയ്സിലൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഹിയറിംഗ് എയ്ഡ്, അങ്ങനെയുള്ള ചെറിയ ഡിവൈസുകളിൽ, ചില മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഈ ഒരു ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുക. സാധാരണ മെർക്കുറി സെല്ല് അല്ലെങ്കിൽ ബട്ടൺ സെല്ല് എന്നൊക്കെ നമ്മളിതിനെ പറയും. അത് വളരെ സ്മോളറാണ്. പക്ഷേ അവർക്ക് തരാൻ കഴിയുന്ന പവർ അല്ലെങ്കിൽ ഇലക്ട്രിക് സപ്ലൈ എന്നുള്ളത് കുറച്ച് അവരുടെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വോൾട്ടേജ് അവർക്ക് തരാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ആൽക്കലൈനാണ്. ഇലക്ട്രോഡുകളായിട്ട് പറയുന്നത് മെർക്കുറിക് ഓക്സൈഡാണ് കാഥോഡായിട്ടും സിങ്കാണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. സിങ്കാണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നെഗറ്റീവ് ടൈപ്പ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന സിങ്കും പോസിറ്റീവ് ടൈപ്പ് ഇലക്ട്രോഡായിട്ട് വരുന്ന കാഥോഡും ആണ്. അത് രണ്ടും രണ്ട് സൈഡിലായിട്ട് ഒരു ബട്ടൺ മോഡൽ സ്ട്രക്ചറിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബാറ്ററിക്ക് എപ്പോഴും പോസിറ്റീവ് സൈഡ് ഒരു ബട്ടൺ മോഡലും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് എപ്പോഴും ഒരു ഫ്ലാറ്റൻ സർഫസ് ആയിരിക്കും. സാധാ ബാറ്ററികളൊക്കെ ഡ്രൈ സെല്ലാണെങ്കിലും ആൽക്കലൈൻ സെല്ലാണെങ്കിലും നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് വരിക. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് മെർക്കുറി സെല്ലിനകത്ത് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഫ്ലാറ്റനും നെഗറ്റീവ് ടെർമിനൽ ഒരു പോയിൻറ്റിങ് ആയിട്ടൊക്കെയാണ് വരിക. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ സിങ്ക് ആണ് ആനോഡായിട്ട് വരുന്നത്. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഇലക്ട്രോലിസിസ് അല്ലെങ്കിൽ ഈ ബാറ്ററി ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ കേസിൽ നമ്മൾ ആനോഡാണ് എപ്പോഴും നെഗറ്റീവ് ചാർജ് വരിക. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളത് സിങ്കാണ്. സിങ്ക് പൊടിച്ചിട്ടിട്ടാണ് ഇതിലുണ്ടാവുക. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് ഒരു ആൽക്കലൈൻ സൊല്യൂഷനാണ്. ആൽക്കലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു മിക്സ്ചർ രൂപത്തിലുള്ള സാധനമാണ് വെച്ചിട്ടുണ്ടാവുക. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേറ്റർ വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റർ വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇലക്ട്രോലൈറ്റും പോസിറ്റീവ് ഇലക്ട്രോഡും തമ്മിൽ ഒരു സെപ്പറേഷനാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് മെർക്കുറിക് ഓക്സൈഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മെർക്കുറിക് ഓക്സൈഡ് ഡീപോളറൈസിങ് എന്നുള്ള ഒരു പ്രവർത്തനം കൂടി സഹായിക്കും. അത് ഈ സെല്ലിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഡീപോളറൈസിങ്. അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ പോസിറ്റീവ് ടെർമിനൽ വെച്ചിട്ടുള്ളത്. ഇനി ഇത്രയാണ് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള സിങ്കും കൂടെ റിയാക്ഷൻ സംഭവിക്കും. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിന് നമ്മൾ പറയുന്ന ആനോഡ് എന്നാണ്. അത് ഞാൻ നേരത്തെ തിരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആനോഡ് എന്നാണ് നെഗറ്റീവ് ഇലക്ട്രോഡിനെ പറയുന്നത്. ആ ആനോഡിലാണ് റിയാക്ഷൻ നടന്നിട്ട് ഇലക്ട്രോണുകൾ അടിഞ്ഞുകൂടുക. അത് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രോൺ ഫ്ലോ ഈ ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ഈ ഡയറക്ഷനിലും വരും. അതാണ് മെർക്കുറിക് സെല്ലിൻ്റെ അല്ലെങ്കിൽ മെർക്കുറിക് സെല്ലിൻ്റെ പ്രത്യേകത. പിന്നെ ഇവർ കൂടുതൽ ഡേഞ്ചറാണ്. അതായത് ഈ മെർക്കുറി എന്ന് പറയുന്ന കെമിക്കൽ ഡിസ്പോസ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. അല്ലെങ്കിൽ വെറുതെ മണ്ണിലോ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മെർക്കുറി സെല്ല് അപകടമായിട്ട് മാറും. കാരണം മെർക്കുറി എന്ന് പറയുന്ന കെമിക്കൽ അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള ഒരു ലൈഫ് എന്നുള്ള ജീവന് ഭീഷണിയായിട്ട് വരുന്ന ഒരു കെമിക്കലാണ്. പിന്നെ ഇനി അടുത്ത് സിൽവർ ഓക്സൈഡ് സെല്ല് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. അതായത് മെർക്കുറിക് സെല്ലിൻ്റെ അതേ ഡിസൈനാണ്. പക്ഷേ മെർക്കുറിക് സെല്ലിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. മെർക്കുറിക് സെല്ലിനേക്കാളും
കുറച്ചും കൂടി എന്താ പറയുക, വെയിറ്റ് ടു വോൾട്ടേജ് അല്ലെങ്കിൽ വെയിറ്റ് ടു പവർ റേഷ്യോ, പവർ ടു വെയിറ്റ് റേഷ്യോ കൂടുതലാണ്. അതായത് അതിൻ്റെ വെയിറ്റിനെ കമ്പയർ ചെയ്യുന്നതിൽ നിന്ന് അതിന് കൂടുതൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിൽവർ ഓക്സൈഡ് മെർക്കുറിക് സെല്ലുകളെ പോലെ തന്നെയാണ്. ഒരു 1.5 ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ട്. അതുപോലെ തന്നെ ചെറിയ ലോഡുകളെ സപ്ലൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. ചെറിയ ലോഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ LED ലൈറ്റ്സ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ബൾബുകൾ, ഗ്ലോയിങ്, ഇപ്പോൾ മിന്നി കത്തുന്ന ബൾബുകൾ, അങ്ങനത്തേനൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് സെല്ലുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് വാച്ചുകൾ, ഹിയറിംഗ് എയ്ഡ് അങ്ങനത്തെ ഡിവൈസുകളിലും കൂടുതലായിട്ട് സിൽവർ ഓക്സൈഡ് സെല്ല് കാണാനിടയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ എനർജി ടു വെയിറ്റ് റേഷ്യോ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ചെറിയ വെയിറ്റിന് തന്നെ വലിയ എനർജി തരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എനർജി ടു വോളിയം. ഒന്നാമത് ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സൈസ് ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വോൾട്ടേജ് ഇതിന് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ട്രക്ചർ മെർക്കുറിക് സെല്ലിൻ്റെ അതേപോലെ തന്നെയാണ്. ഇനി ഇതിൽ ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് സിൽവർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിൽവർ ഓക്സൈഡാണ് മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? സിങ്ക് പൗഡറും മെർക്കുറിക് ഓക്സൈഡും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണാനുള്ളത് സിൽവർ ഓക്സൈഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഇതും, അതായത് മെർക്കുറിക് ഓക്സൈഡിന് പകരം നെഗറ്റീവ് ടെർമിനലായിട്ട് സിങ്ക് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സെപ്പറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സാധനം തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പക്ഷേ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ്. ഇതിൽ ഈ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിൽ തന്നെയാണ് കാണുന്നത്. ആ ഒരു സെപ്പറേറ്റർ മാത്രമാണ് അതിലുള്ളത്. അതിലുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. കാരണം ഈ സിൽവർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് കുറച്ച് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ബട്ടൺ സെല്ലുകളെ പോലെ തന്നെയാണ് സിൽവർ ഓക്സൈഡ് സെല്ല്. പക്ഷെ ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ മെർക്കുറി സെല്ലിൽ നിന്ന് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ചിരുന്നിടത്ത് സിൽവർ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആനോഡായിട്ട് എപ്പോഴും സിങ്കിനെ തന്നെ ഉപയോഗിക്കാം. ഇനി ലിഥിയം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെല്ലിൽ വരുന്ന ടൈപ്പാണ് ഇത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വോൾട്ട് തരാനായിട്ട്, കൂടുതൽ വോൾട്ടേജ് 2.5 മുതൽ 3.6 വോൾട്ട് വരെ ലിഥിയം സെൽസിന് ഔട്ട്പുട്ട് വോൾട്ടേജ് തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ സൈസ് പല രീതിയിലും അല്ലെങ്കിൽ പല ടൈപ്പിലും നമുക്ക് ഈ ലിഥിയം സെൽസ് ഉണ്ടാക്കാൻ പറ്റും. ലിഥിയം സെൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ചാർജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ചാർജ് ചെയ്യാൻ പറ്റാത്ത ലിഥിയം സെൽസിനെ പറ്റിയിട്ടാണ് ഈ പ്രൈമറി സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഇവരുടെ അഡ്വാൻറ്റേജുകളാണ് ഈ ഒരു ലിഥിയം സെൽസിനെ പറ്റി ഉൾക്കൊള്ളിക്കുന്നത്. ബാക്കിയുള്ള പ്രൈമറി സെൽസുകളെ അപേക്ഷിച്ച് ലിഥിയം സെൽസിന് കൂടുതൽ വർഷം കാലാവധി ഉണ്ട്. അതുപോലെ തന്നെ എനർജി ടു വെയിറ്റ് റേഷ്യോ എന്നുള്ളത് അത് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു കുറച്ച് എമൗണ്ട് നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൂടെ എമൗണ്ട് ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് ഡിസ്ചാർജ്. ഇപ്പോൾ 10 വർഷത്തേക്കൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് തരുന്ന, 10 വർഷം ഇല്ലെങ്കിലും ഒരു 5 വർഷത്തേക്കൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് തരുന്ന ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കണം. അപ്പോൾ ബാക്കി ഉള്ളതിനനുസരിച്ച് കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി തീരുന്നതിന് അനുസരിച്ചിട്ടാണ് ഈ പ്രൈമറി സെല്ലുകൾ വർക്ക് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് പീരീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൈമറി സെല്ലുകളാണ് ലിഥിയം സെല്ലുകൾ എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ആയിട്ട് വരുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് കാർബണും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ലിഥിയം ആണ് വരുന്നത്. ഇനി ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സൾഫർ ഡയോക്സൈഡ് എന്നുള്ളതാണ്. അത് ഒരു പേസ്റ്റ് മോഡലുള്ള സൾഫർ ഡയോക്സൈഡാണ് ഉപയോഗിക്കുന്നത്.
ഇതിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ലോങ് ലൈഫിന് തക്കതായ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് ലിഥിയം സെല്ല് ഉണ്ടായിരിക്കുക. താങ്ക് യു.